നവീൻ ബാബുവിന്റെ സഹോദരൻ പ്രവീൺ ബാബു മാധ്യമങ്ങളെ അവരുടെ പങ്കിനെക്കുറിച്ചും പ്രതിയാക്കപ്പെട്ടവരെക്കുറിച്ചും ഞങ്ങൾ തുടക്കം തൊട്ട് തന്നെ സംശയം ഉന്നയിച്ച് പരാതിയും കൊടുത്തിരുന്നതാണ്. ആ തരത്തിലൊന്നും അന്വേഷണം പോയിട്ടില്ല. ദിവ്യ ഈ വിഷയം പൊതുവേദിയിൽ ഉന്നയിക്കുന്നതിന് മുമ്പ് നിയമപരമായി പോവുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ കൃത്യ ഒരു ഗൂഢാലോചന അവർ നടത്തിയെന്ന് വഴിയെ പോകുമ്പോൾ കയറി വന്ന് സംസാരിച്ചു എന്നുള്ള തലത്തിലാണ് ദിവ്യ പ്രസംഗത്തിൽ പറയുന്നത്. പിന്നീട് അതിൽ തന്നെ മാറ്റം വരുന്നുണ്ട്. അവർ നന്നായിട്ട് ഗൂഢാലോചന നടത്തി ഇതിനെക്കുറിച്ച് വളരെ ആലോചിച്ചുറപ്പിച്ച് തന്നെയാണ് വന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒറ്റയ്ക്കല്ല, പിന്നിൽ നല്ലൊരു സംഘം തന്നെയുണ്ട്. മറ്റെന്തെങ്കിലും ഇൻറ്റൻഷൻ ഉണ്ടോ എന്നുള്ളത് കൂടി അന്വേഷിക്കേണ്ടതായിരുന്നു. പ്രശാന്തിന്റെ ADM-മായി പലതവണ ഫോണിൽ സംസാരിച്ചതായി പറയുന്നുണ്ട് ഈ കുറ്റപത്രത്തിൽ. അതേസമയം തന്നെ കൈക്കൂലി വാങ്ങിച്ചു എന്നതിനെ കുറിച്ച് ഒരു അപേക്ഷകനെ സംബന്ധിച്ച് ആ ഓഫീസറുമായിട്ട് പലവട്ടം സംസാരിക്കേണ്ടി വരാറുണ്ട്. ഇത്രയും കരുതി കൂട്ടി തെളിവുകൾ ഉണ്ടാക്കുന്ന വ്യക്തികളെ സംബന്ധിച്ച് അവർ തീർച്ചയായും കൈക്കൂലി ചോദിച്ചിരുന്നെങ്കിൽ അതിനൊരു തെളിവുണ്ടാക്കാനും ആ ഓഡിയോ അല്ലെ വീഡിയോ ക്ലിപ്പ് പുറത്തുവിടാനും അവർ ശ്രമിക്കേണ്ടതായിരുന്നു. അതുകൊണ്ട് ഇതെല്ലാം വ്യാജമാണ്, ഈ ആരോപണങ്ങളെല്ലാം വ്യാജമാണ്. ഞങ്ങൾ തുടക്കം തൊട്ട് തന്നെ പറയുന്നതും അത് തന്നെയാണ്. തൃപ്തിയില്ല. അതുകൊണ്ടാണല്ലോ ഞങ്ങൾ ഈ ഏജൻസി അന്വേഷിച്ചാൽ ഞങ്ങൾക്ക് പ്രതീക്ഷയില്ലാത്തത് കൊണ്ടാണ് മറ്റൊരു ഏജൻസി, സെൻട്രൽ ഏജൻസി തന്നെ അന്വേഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് റിപ്പിറ്റീഷനുമായിട്ട് പോയത്. അതിന് തുടർ നടപടിയിൽ ഇനിയും പോകാൻ ഉദ്ദേശിക്കുന്നത്. ഈ കുറ്റപത്രത്തിലെ BP-യുടെ വീഴ്ചകളും അവരുൾപ്പെട്ട കുറ്റകൃത്യം എന്താണെന്നുള്ളത് എന്നെ പറയുന്നുണ്ട്. അതായത് അവർ ബോധപൂർവം വന്നു, അവർ ഈ ദൃശ്യങ്ങൾ അവർ ഫോണിൽ നിന്ന് തന്നെ പ്രചരിപ്പിച്ചു, പ്രാദേശിക ചാനൽ ലേഖകനെ വിളിച്ചു വരുത്തി തുടങ്ങിയ ആരോപണങ്ങളെല്ലാം ദിവ്യക്കെതിരെ ഈ കുറ്റപത്രത്തിലുണ്ട്. അതിലെ മിസ്സിൽ ലിങ്കുകൾ ഞങ്ങൾക്കിനി കുറ്റപത്രം ഒന്ന് സീരിയസ് ആയിട്ട് വായിച്ച് പഠിച്ച് അല്ലെങ്കിൽ കൈ കിട്ടിയ ശേഷമേ അതിനെക്കുറിച്ച് കൂടുതൽ പ്രതികരിക്കാൻ പറ്റത്തുള്ളൂ.